അപ്പോൾ ഇന്നാണ് എൻഗേജ്മെൻറ്റ് ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോകാത്തത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ നീച്ച് റെഡി ആയിട്ട് ഇതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏട്ടൻ്റെ വേറൊരു ചേച്ചിയുടെ മകനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവനും വരുന്നുണ്ട്. ആ ചേച്ചിയൊക്കെ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൻ കയറി പതിവ് പോലെ ഗേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വണ്ടി മുന്നോട്ടെടുത്തു. പിന്നെ എൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇച്ചുകുട്ടൻ കുളിച്ച് സുന്ദരകുട്ടപ്പനായി കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുളിച്ചിട്ടില്ല, കുറി മാത്രമേ തൊട്ടിട്ടുള്ളൂ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും വന്നു. അച്ഛൻ വന്നപ്പോൾ അതാ ഇച്ചുകുട്ടൻ അമ്മച്ചനെ നോക്കിയിട്ട് ഒളിച്ചേ പിടിച്ചേ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. ഗംഭീര മഴ, റോഡൊന്നും കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ മഴയത്താണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. നല്ല തണുത്ത് വരച്ചിട്ടാണ് കേട്ടോ മഴയത്ത് യാത്ര ചെയ്യുന്നത്. റോഡ് പോലും കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഏട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണുന്നുണ്ടോ വല്ലതും, വണ്ടി നിർത്തണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇതാ വണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മഴയത്ത് റോഡ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതും ആദ്യം തന്നെ അച്ചച്ചനും ഇച്ചുട്ടനും കൂടി ഇതാ സ്റ്റേജിൻ്റെ മുകളിൽ കയറി ഇരിപ്പായി കേട്ടോ. കൂടെ തന്നെ ഇച്ചുട്ടൻ്റെ അമ്മച്ചനും കൂടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കടന്ന് നല്ല ചാടിക്കളിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ വീഴണ്ടെന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യമൊക്കെ ആൾക്കാരുടെ ഇടയിൽ പോവാൻ ഇച്ചുക്കുട്ടന് നല്ല മടിയായിരുന്നു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ആൾ നല്ല കളിക്കാനൊക്കെ തുടങ്ങി. ഏകദേശം അവൻ്റെ പനിയും കാര്യങ്ങളൊക്കെ വിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഏട്ടനെ ഒന്ന് വരട്ടിയപ്പോൾ അവിടെ നിന്ന് എൻ്റെ അടുത്തോട്ട് വന്നു. പിന്നെ എന്നെ തല്ലലായിട്ടോ പണി. ഈ കാണുന്നത് എന്നെ തല്ലലാണ് കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെണ്ണ്. അപ്പോൾ അവൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന വരവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവൾ ഇച്ചക്കുട്ടനോട് തല്ലുണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവർ വന്നു, ചടങ്ങുകളൊക്കെ തുടങ്ങി. ഒരു നേരെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണിയും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഇച്ചക്കുട്ടൻ ഇവിടെ അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൈയൊന്ന് മുട്ടി പറഞ്ഞപ്പോൾ അമ്മച്ചൻ ഇങ്ങനെ ഊതി കൊടുക്കുകയാണ്. അവൻ്റെ പിന്നാലെ കിണുങ്ങി നടക്കാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകാൻ നേരത്തെ ഇച്ചക്കുട്ടൻ വരണേ ഉണ്ടായിരുന്നില്ല. അവിടെ ചാടി ചാടി നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പോകാൻ നേരത്ത് അവിടെ കുറേ കുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പിന്നെ കളി. ചേച്ചിമാരെല്ലാവരും മറ്റേ ബാക്കി വന്ന റൈസും എല്ലാവർക്കും പാക്ക് ചെയ്യായിരുന്നു കേട്ടോ. അത് പിന്നെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി പോയി ഒന്നും വെക്കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു. ഇല്ലെങ്കിലും വെക്കൊന്നുമില്ല, എന്തെങ്കിലും വാങ്ങിക്കുള്ളൂ. ആരാണ് ഈ യാത്രയൊക്കെ കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക അല്ലേ. അങ്ങനെ ഇത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നല്ല മഴയായിരുന്നു, നല്ല തകർത്ത് പെയ്യണ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും ഞങ്ങൾ ഗേറ്റിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന എന്താ അറിയില്ല, റെയിൽവേ ഗേറ്റ് അടയ്ക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളിതാ അച്ഛനെയും ചേച്ചിമാരെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാതെ നല്ല ചൂടുള്ള ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ചൂടുള്ള ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചുക്കുട്ടൻ ഒരു കായ ബജ്ജിയാണ് കേട്ടോ വേണമെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ എന്ത് ചൂണ്ടിക്കാണിച്ചാലും അവൻ്റെ അച്ഛൻ പിന്നെ അത് വാങ്ങിക്കൊടുക്കും കേട്ടോ. അങ്ങനത്തെ ഒരു വൃത്തികെട്ട ശീലമുണ്ട് അവൻ്റെ അച്ഛന്. കായ ബജ്ജി വേണമെന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചൊന്നുമില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാനാണ് കേട്ടോ അത് കഴിച്ചത്. പിന്നെ ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ചായ. പിന്നെ ഏട്ടൻ മുട്ട ബജ്ജിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും മുട്ട ബജ്ജി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പഴംപൊരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് മുളക് ബജ്ജിയൊക്കെ പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ എണ്ണക്കടികളും ഓരോന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അങ്ങനെ ഇച്ചുക്കുട്ടന് വെള്ളം വേണം പറഞ്ഞ് വെള്ളം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് ഇന്നലെ രാത്രി വാങ്ങിച്ച ആ മിഠായി ഇല്ലേ, ഗൾഫിൽ നിന്ന് പണ്ട് കിട്ടുന്ന മിഠായി, അത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായിട്ടോ. അപ്പോൾ ഞാനത് പോയിട്ട് ഒരു 4 എണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.